ഇന്ത്യ വേൾഡ് കപ്പ് ഉയർത്തിയ ഈ അവസരത്തിൽ അതിന് ഇരട്ടി മധുരം നൽകുന്നത് മലയാളിയായ സഞ്ജു സാംസന്റെ പ്രകടനം തന്നെയാണ്. ഒരവസ്ഥയിൽ സെമി പോലും കാണാതെ പുറത്താകുന്ന ഒരു സിറ്റുവേഷനിൽ സഞ്ജു സാംസണാണ് ഇന്ത്യൻ ടീമിനെ ഈ വിജയത്തിലേക്ക് അടുപ്പിച്ചത്. ഇന്ത്യൻ ടീം സൗത്ത് ആഫ്രിക്കയോട് തോറ്റതിനു ശേഷം വിമർശനങ്ങളുടെ കൊടുമുടിയിൽ എത്തിയിട്ട് ഗത്യന്തരമില്ലാതെയാണ് സഞ്ജു സാംസൺ ഇറക്കേണ്ടി വന്നത്. അപ്പോൾ ഈ അവഗണനകളൊന്നും സഞ്ജുവിന് ഒരു പുതിയ കാഴ്ചകളൊന്നുമല്ല. ബാല്യകാലം തൊട്ട് പ്രാക്ടീസിന് പോകുമ്പോഴും അച്ഛന്റെ സാംസൺ വിശ്വനാഥിന്റെ കൂട്ടുകാരടക്കം സഞ്ജു സാംസണെ കളിയാക്കിയതായിട്ട് പറയുന്നുണ്ട്. സച്ചിന്റെ അച്ഛനും പോകുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് കളിയാക്കൽ സാധാരണമാണ്. അതിനുശേഷം 3 സെഞ്ചുറികൾ അടിച്ചതിന് ശേഷവും പല സ്ഥാനങ്ങളിലും 8ാമതൊക്കെ ആയിട്ട് ഇറക്കി അപമാനിച്ചപ്പോഴും അവഗണനകളേറ്റു. അതിനുശേഷം ഒരു കളിയുടെ പകുതിയിൽ നിന്ന് കീപ്പിംഗ് ഗ്ലൗസും പാഡും ഊരി വാങ്ങി അങ്ങനെയും കുറെ അവഗണനകൾ ഏറ്റിട്ടുണ്ട്. അപ്പോ അതൊന്നും സഞ്ജു സാംസൺ ഒരു പുതിയ കാഴ്ചയല്ല. പലരും സഞ്ജു ജാവോ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴും റിട്ടയർമെന്റിന് സമയമായി എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴും സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു സഞ്ജു ചെയ്തത്. അപ്പോ മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം സൃഷ്ടിക്കുന്നു പറയുന്നില്ലേ, അതേപോലെ ഒരു അത്ഭുതം സൃഷ്ടിച്ചതാണ് സെമിയിലും ഫൈനലിലൊക്കെ നമ്മൾ കണ്ടത്. ജീവിതത്തിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കാതെ വരുമ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാനായി നമുക്കിനി തൊട്ട് മനസ്സിൽ ഒരു പേര് വിചാരിക്കാം: സഞ്ജു വിശ്വനാഥ് സാംസൺ.